ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻവിയ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്നാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണിത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞൊരു മീഡിയം വലുപ്പത്തിലുള്ള സബോള എടുക്കാം. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി, ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമുക്കത് ഒന്ന് വീർത്ത് വരാനൊക്കെ ആയിട്ട് സോഡാ പൊടി, കുറച്ച് കായം പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഉടക്കുക. നമുക്ക് ഇതിലേക്ക് 2-3 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് വെള്ളമാക്കിയിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇങ്ങനെ ഒരു പരിവായി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലേക്ക് ഇതേപോലെ ഓരോ ഉരുളകളായിട്ട് എടുക്കാൻ പറ്റുന്ന പരിവായിട്ടുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ഉണ്ടകളാക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ. തീ ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഉള്ളൊക്കെ നന്നായി വേവും. നമുക്കിതിന് ഓരോന്നോരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.